എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 3rd ചാപ്റ്ററായ ഹിമാലയ കി ബേട്ടിയ എന്നതിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹിമാലയ കി ബേട്ടിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയത്തിൻ്റെ പുത്രിമാർ, ബേട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകള്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ലേഖ് സെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, പാഠത്തു നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നദിയോ കോ മാ മാന്യ കി പരമ്പര ഹമാരെ യഹാ കാഫി പുരാനി ഹെ. നദികളെ അമ്മയായി സങ്കല്പിക്കുന്ന പരമ്പര ഇവിടെ പണ്ട് മുതലേ ഉള്ളതാണ്. ലേക്കിൻ ലേഖക് നാഗാർജുൻ ഉന്നെ ഓർ കിൻ രൂപമേ ദേഖ്തേ ഹെ. എന്നാൽ നമ്മുടെ ലേഖകനായ നാഗാർജുൻ നദികളെ ഇനിയും വേറെ ഏതൊക്കെ രൂപത്തിലാണ് സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. നദിയോ കോ മാ സ്വരൂപ് തോ മാനാ ഹോ ഗയാ ഹെ. നദികളെ മാ സ്വരൂപ് അമ്മയായിട്ട് നമ്മൾ മാനിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ സങ്കല്പിക്കുന്നുണ്ട്. മാനാ ഹോ ഗയാ ഹെ എന്ന് ഇല്ലെങ്കിൽ മാൻ ഗയാ ഹെ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ലേക്കിൻ ലേഖക് നാഗാർജുനെ ഉനെ എന്നാൽ നമ്മുടെ ലേഖകൻ നാഗാർജുനൻ ആ നദികളെ ബേട്ടിയോ മക്കളായിട്ടും പറഞ്ഞാൽ പെൺമക്കളായിട്ട് ബേട്ടി, പ്രേയസി പ്രേമിക അല്ലെങ്കിൽ പത്നി എന്ത് വേണോ പറയാം അങ്ങനെയായിട്ടും വ ബഹൻ സഹോദരിയായിട്ടും ആ രൂപത്തിലും ബഹൻ के रूप में भी देखा है, ആ രൂപത്തിലും കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സിന്ധു ഓർ ബ്രഹ്മപുത്ര की क्या विशेषताएं बताई गई है. സിന്ധു ബ്രഹ്മപുത്ര രണ്ട് നദികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ പറ്റിയിട്ട് എന്ത് പ്രത്യേകിച്ച് വിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. സിന്ധു ഓർ ബ്രഹ്മപുത്ര ഹിമാലയ से निकलने वाली प्रमुख और बड़ी नदियां है. സിന്ധുവും ബ്രഹ്മപുത്രയും ഹിമാലയത്തിൽ നിന്നും പുറപ്പെടുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന പ്രമുഖ നദികളിൽ രണ്ടെണ്ണമാണ്. പ്രമുഖമായ നദിയുമാണ്, പിന്നെ വലുതുമാണ്, ബഡി നദിയാണ്, വലുതുമാണ് അത് രണ്ടും. इन दो नदियों के बीच से अन्य दो छोटी बड़ी नदियाँ बहती है. ഈ രണ്ട് നദികളുടെയും ഇടയിൽ കൂടിയിട്ട് ബീച്ച് സെ ഈ രണ്ട് നദികളുടെയും ഇടയിൽ കൂടി അന്യ ദോ ചോട്ടി ബടി നദിയാ വേറെ രണ്ട് ചെറുതും വലുതുമായ നദികൾ ഒഴുകുന്നുണ്ട്. ये नदियाँ दयालु हिमालय के पिघले दिल की एक एक बूंद इकट्ठा होकर ഈ രണ്ട് നദികൾ, ഈ പറഞ്ഞ രണ്ട് നദികൾ ദയാലു ഹിമാലയക്ക് ദയാലുവായ ഹിമാലയത്തിൻ്റെ പിഘലെ ദിൽ കി പിഘൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകിയ മനസ്സിൽ നിന്ന് ഉരുകിയ ഏക് ബൂന്ത് ഓരോരോ തുള്ളിയായിട്ട് ഇക്കട്ടാ ഹോക്കർ കലക്റ്റായി ഒരുമിച്ച് ചേർന്ന് കൂടിച്ചേർന്ന് ഈ നദി ബനി ഹെ ഈ നദിയായിട്ട് മാറിയിരിക്കുന്നത്. ഈ നദിയാ സുന്ദർ എവം ലുഭാവനി ലത്തി ഹെ. ഈ നദികൾ നല്ല മനോഹരവും, ലുഭാവന എന്ന് വെച്ചാൽ അട്രാക്റ്റീവ്, അതിൻ്റെ അർത്ഥം ഭംഗി തന്നെയാണ്, നല്ല ഭംഗിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ കാക്ക കാലേൽക്കർ നെ നദിയോ കോ ലോക്മാത ക്യൂ കഹാ ഹെ. കാക്ക കാലേൽക്കർ നദികളെ ലോകമാത എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്. ജൽ ഹി ജീവൻ ഹെ. ജലം തന്നെയാണ് നമ്മുടെ ജീവൻ, അല്ലേ? ജലമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ലോഗനാണ്, എല്ലാവർക്കും അറിയാം. ये नदियाँ हमें जल प्रदान कर जीवन दान देती है. അപ്പോൾ ഈ നദികൾ നമ്മൾക്ക് ജലം തന്നിട്ട് ജീവൻ ദാൻ ദേത്തി ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്നു. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നദികളെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടുന്നതും കൊണ്ടാണ്. ये नदियाँ लोगों के लिए कल्याणी एवं माता के समान पवित्र है. ഈ നദികൾ ജനങ്ങൾക്ക് കല്യാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, ശുഭകരമായിട്ടുള്ളത്, വെൽഫെയർ നല്ലതും, പിന്നെ മാതാക്കെ സമാൻ പവിത്ര ഹെ അമ്മയെ പോലെ പവിത്രവും ആണ്. इन नदियों के किनारे ही लोगों ने अपनी पहली बस्ती बसाई. ഈ നദികളുടെ തീരത്താണ് ജനങ്ങൾ ആദ്യമായിട്ട് തങ്ങളുടെ ബസ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളനി എന്നൊക്കെ പറയില്ല, അങ്ങനെ പറഞ്ഞാൽ താമസിക്കുന്ന ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ പോലെ, അപ്പോൾ താമസിക്കാൻ തുടങ്ങിയത്, അവരുടെ കോളനിയൊക്കെ സ്ഥാപിച്ചത്. ബസന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുക, താമസിക്കുക, അങ്ങനെ തുടങ്ങിയത് ഈ നദികളുടെ തീരത്താണ്. ഓർ ഖേത്തിബാടി കർണ ശുരു കിയ. പിന്നെ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഖേത്തിബാടി കർണ വെച്ചാൽ കൃഷി ചെയ്യുക. इसके अलावा ये नदियाँ गाँवों और शहरों की गंदगी भी अपने साथ बहाकर ले जाती रही है. ഇത് കൂടാതെ ഈ നമുക്ക് വെള്ളം തരുന്നത് കൂടാതെ ഈ നദികൾ ഗാവോ ഓർ ഷെഹറോं की ഗന്ദഗി ഗ്രാമങ്ങളിൽ നിന്നും സിറ്റി ഏരിയയിൽ നിന്നുള്ള പട്ടണത്തിൽ നിന്നുള്ള ഗന്ദഗി അഴുക്കെല്ലാം അപ്പനെ സാത്ത് ബഹാക്കർ തൻ്റെ കൂടെ ഒഴുക്കിൽ കൊണ്ടുപോകും. ലേ ജാത്തി രഹി കൊണ്ടുപോകും. ഇൻകാ ജൽ ഭൂമി की उर्वरा शक्ति बढ़ाने में विशेष भूमिका निभाता है. ഇതിലുള്ള വെള്ളം ഭൂമിയുടെ ഉർവര ശക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി, ഭൂമിയുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും പ്രത്യേക പങ്ക് വഹിച്ചിട്ടുണ്ട്. വിശേഷ ഭൂമിക നിഭാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾ പ്ലേയിങ്, ഭൂമിക എന്ന് വെച്ചാൽ റോൾ, നിഭാന എന്ന് വെച്ചാൽ പ്ലേയിങ്, അതിൻ്റെ അർത്ഥം പ്രത്യേക പങ്ക് വഹിച്ചിട്ടുണ്ട് മലയാളത്തിൽ.
मानव के आधुनिकरण में जैसे बिजली बनाना, सिंचाई के नवीन साधनों आदि में इन्होंने पूरा सहयोग दिया है. മാനവ് കെ ആധുനീകരൺ. ആധുനീകരൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധുനികീകരണം അല്ല കേട്ടോ, ആധുനീകരൺ. ആധുനീകരൺ മോഡേണൈസേഷൻ എന്ന് പറയില്ലേ, അതിൽ ഇന്നത്തെ കാലത്ത് അതെന്തൊക്കെയാണ്? ബിജ്ലി ബനാന, കറണ്ട്, അതിന് വേണ്ടിയിട്ട്. പിന്നെ സിഞ്ചായിക്ക് നവീന സാധനവും, സിഞ്ചായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറിഗേഷൻ. അപ്പോൾ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള പിന്നെ നവീന സാധനവും പുതിയ എന്തൊക്കെയാണ് സാമഗ്രികൾ വെച്ചാൽ അതിന് വേണ്ടിയിട്ടും ഇനോനെ പൂരാ സഹयोग ദിയാ ഹേ. ആരാണ്? നദികൾ മുഴുവൻ സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. മനുഷ്യ കെ ലിയെ ഹി നഹി ബൽക്കി പശു പക്ഷി പേട് പൗധെ ആദി കെ ലിയെ ബി ബഹുത് ജറൂരി ഹേ. ഇത് നമ്മൾക്ക് മനുഷ്യർക്ക് മാത്രമല്ല, പശു പക്ഷി ബാക്കി അനിമൽസിനും പിന്നെ പേട് പൗധെ ചെടികൾക്കും എല്ലാം ആവശ്യമാണ്. ബഹുത് ജറൂരി ഹേ, ആവശ്യമാണ്. ഇസ് പ്രകാർ നദിയാ ഹമാരെ ലിയെ കല്യാൺകാരി ഹേ. ഈ പ്രകാരമാണ് നദികൾ നമ്മൾക്ക് വളരെയധികം കല്യാണകാരി, ഉപയോഗമുള്ളത് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒന്നായി മാറുന്നത്. യഹി കാരൺ ഹെ കി കാക്ക കാലേൽക്കറിനെ ഉന്നെ ലോകമാത കഹാ ഹെ. ഈ കാരണം കൊണ്ടാണ് കാക്ക കാലേൽക്കർ നദികളെ ലോകമാതാവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയ की यात्रा में लेखक ने किन किन की प्रशंसा की है. ഹിമാലയത്തിൻ്റെ യാത്രയിൽ ലേഖകൻ എന്തിനെയൊക്കെയാണ് പ്രശംസിച്ചത്? ഹിമാലയ की यात्रा में लेखक ने നദിയോ പർവ്വതോ ബർഫീലി പഹാഡിയോ. ഹിമാലയത്തിൻ്റെ യാത്രയിൽ ലേഖകൻ പ്രശംസിച്ചത് എന്തിനെ വെച്ചാൽ നദിയോ, നദികളെ, പർവ്വതവും, പർവ്വതങ്ങളെ, ബർഫീലി പഹാഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് നിറഞ്ഞ പർവ്വതങ്ങൾ, പിന്നെ ഹരി ഭരി ഘാട്ടിയോ, നല്ല പച്ചപ്പുള്ള, ഘാട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാലി, നമ്മൾ താഴ്വര, മലയടിവാരം എന്നൊക്കെ പറയില്ലേ, പറഞ്ഞാൽ രണ്ട് കുന്നുകൾ അതിൻ്റെ നടുവിലുള്ള സ്ഥലം. തഥാ മഹാസാഗരോ കി ഭൂരി ഭൂരി പ്രശംസ കി ഹേ. മഹാസാഗരങ്ങളെ പറഞ്ഞാൽ സമുദ്രങ്ങൾ, മഹാസമുദ്രങ്ങളുടെയും ഇതിനെ എല്ലാത്തിനെയും ഭൂരി ഭൂരി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശംസിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, യഹ ലേഖ് 1947 में लिखा गया था. ഈ ലേഖനം എന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ ഇത് 1947 ലേഖകൻ എഴുതിയിരിക്കുന്നത്. തബ് സെ ഹിമാലയ സെ നിക്കൽനെ വാലി നദിയോ മേ ക്യാ ക്യാ ബദ്ലാവ് ആയേ ഹേ. അപ്പോൾ തുടങ്ങിയിട്ട് 1947 തുടങ്ങിയിട്ട് ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്? 1947 के बाद से आज तक नदियाँ उसी प्रकार हिमालय से बह रही है. ആ വർഷം തൊട്ടിട്ട് 1947 തൊട്ടിട്ട് ആജ് തക്ക് ഇപ്പോൾ വരെയും നദികൾ ഉസി പ്രകാർ അതേപോലെ തന്നെയാണ് ഹിമാലയ സെ ബഹ രഹി ഹേ, ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്നത്. ലേക്കിൻ अब हिमालय से निकलने वाली नदियाँ प्रदूषण का शिकार हो चुकी है. എന്താണ് മാറ്റങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളിൽ പ്രദൂഷൺ കാ ശിക്കാർ ഹോ ചുക്കി ഹേ, പൊല്യൂഷൻ്റെ ശിക്കാറായി മാറി, ഇരയായി മാറി എന്ന് ആണ് അർത്ഥം. അതിൻ്റെ അർത്ഥം എല്ലാം പൊല്യൂട്ടഡായി, ആ വെള്ളം എല്ലാം പൊല്യൂട്ടഡായി, വൃത്തികേടായി പോയി. अब जनसंख्या वृद्धि, औद्योगिक क्रांति, मानवीय तथा प्रशासकीय उपेक्षा के कारण नदी के जल की गुणवत्ता में भारी कमी आई है. अब जनसंख्या वृद्धി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ കൂടിയതുകൊണ്ട്. ഔദ്യോഗിക് ക്രാന്തി എന്താണ്? ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അർത്ഥം നമ്മൾ പണ്ടത്തെ മാനുവൽ കൈകൊണ്ട് ചെയ്യുന്ന രീതിയൊക്കെ വിട്ടിട്ട് കൂടുതൽ പണികളും നമുക്ക് മെഷീനിലാണ് ഇപ്പം നടക്കുന്നത് അല്ലേ, മെഷീൻ്റെ യുഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മാറ്റം, അതാണ് ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ, ഔദ്യോഗിക് ക്രാന്തി എന്ന് പറയുന്നത്. മാനവീയ തഥാ പ്രശാസകീയ ഉപേക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരും പ്രശാസകീയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് വേണോ പറയാം. അപ്പോൾ അഡ്മിനിസ്ട്രേഷനും മനുഷ്യരും എല്ലാവരും കൂടി, ഗവൺമെൻറ് എല്ലാവരും കൂടി ഇഗ്നോർ ചെയ്യുക. ഉപേക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക, പറഞ്ഞാൽ അതിൻ്റെ സുരക്ഷ ഒന്നും നോക്കാണ്ട് ചെയ്യുന്ന കാരണം നദിക്ക് ജൽക്കി ഗുണവത്താമേ ഭാരി കമ്മി ആയി ഹേ. നദിയുടെ ജലത്തിൻ്റെ, വെള്ളത്തിൻ്റെ ഗുണങ്ങളിൽ, അതിൻ്റെ അർത്ഥം അതൊന്നും വൃത്തിയായി സൂക്ഷിക്കുന്നില്ല, അതാണ്. അതിൽ കുറേ കുറവുകൾ വന്നിട്ടുണ്ട്. ഭാരി കമ്മിയായി ഹേ, കുറവുകൾ വന്നിട്ടുണ്ട്. നിരന്തർ പ്രദൂഷൺ ബടുത്താ ജാ രഹാ താ. നിരന്തരമായിട്ട് പൊല്യൂഷൻ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, കൂടിക്കൊണ്ടേയിരുന്നു. ജഗ ബാന്ത് ബനാനെ കെ കാരൺ, അവിടെ പിന്നെ ഡാം കെട്ടുന്നതിൻ്റെ കാരണത്താൽ ജലപ്രവാഹമേ ന്യൂനത ഹോ ഗയി. ജലപ്രവാഹത്തിലും കുറവുകൾ വന്നു തുടങ്ങി.
ജോ കി മാനവ് അഹിതകാരി ഹേ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനുഷ്യന് അഹിതകാരി പറഞ്ഞാൽ നന്നല്ലാത്ത കാര്യങ്ങൾ. അഹിത് എന്ന് പറഞ്ഞാൽ നല്ലത്, അഹിത് നന്നല്ലാത്തതാണ്. ഗംഗാജൽ കി പവിത്രത സമാപ്ത് ഹോ ചുക്കി ഹേ. ഗംഗാജലത്തിൻ്റെ പവിത്രതയും എല്ലാം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. സമാപ്തം എന്ന് പറഞ്ഞാൽ നഷ്ടമായി. അതിൻ്റെ അർത്ഥം അതിൽ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാൻ തുടങ്ങി, അതൊക്കെ വൃത്തികേടാവാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, अपने संस्कृत शिक्षक से पूछिए कि कालिदास ने हिमालय को देवात्मा क्यों कहा है. സംസ്കൃതം ടീച്ചറോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, കാളിദാസൻ ഹിമാലയത്തിനെ ദേവാത്മ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്. ഹിമാലയ പർവ്വത് പർ ദേവതാओं का वास माना जाता है. ഹിമാലയ പർവ്വതത്തിലെ ദേവതകളുടെ വാസസ്ഥലമായിട്ട്, ദേവതകൾ വസിക്കുന്നതായിട്ട് നമ്മൾ വിശ്വസിച്ചു പോകുന്നു അല്ലേ. ഹിമാലയ പർവ്വതത്തിനെ നമ്മൾ വളരെയധികം ഹോളിസ്റ്റിക് ആയിട്ട് പവിത്രമായിട്ടാണ് വിശ്വസിക്കുന്നത്. ഋഷി മുനി യഹാ തപസ്യ കർത്തേ ഹേ. ഋഷി മുനിമാർ ഇവിടെ തപസ്യ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇസിലിയെ കാളിദാസിനെ ഹിമാലയക്കോ ദേവാത്മ കഹാ ഹെ. അതുകൊണ്ടാണ് കാളിദാസൻ ഹിമാലയത്തിനെ ദേവാത്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലേക്ക് സെ ആകെ എന്നുള്ളതിൽ ഫസ്റ്റ് സെക്കൻഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. സെക്കൻഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അനുമാൻ ഓർ കൽപ്പന എന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം ആലോചിച്ച് ഇമാജിൻ ചെയ്ത് എഴുതേണ്ട ആൻസേഴ്സ്. लेखक ने हिमालय से निकलने वाली नदियों को ममता भरी आंखों से देखते हुए, ലേഖകൻ ഹിമാലയ സെ നിക്കൽനെ വാലി നദിയോं को, ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികളെ, മമതാ ഭരി ആങ്കോ സെ, സ്നേഹത്തിൻ്റെ കണ്ണോടുകൂടി ദേഖ്തെ ഹുയെ, നോക്കിക്കൊണ്ട്, ഉന്നോനെ ഹിമാലയക്ക് ബേട്ടിയാ കഹാ ഹെ, അതിനെ ഹിമാലയത്തിൻ്റെ പുത്രിമാരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ് ഉനെ ക്യാ കഹന ചാഹേങ്കെ, അപ്പോൾ നിങ്ങൾ ആ നദികളെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നദിയോं की सुरक्षा के लिए कौन कौन से कार्य हो रहे हैं, നദികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ജാൻകാരി പ്രാപ്ത് കരെ ഓർ അപ്പന സുझाव ദേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ലേഖക് നെ നദിയോं को हिमालय की बेटियां कहा है. ലേഖകൻ നദികളെ ഹിമാലയത്തിൻ്റെ പുത്രിമാരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂങ്കി എന്തെന്നാൽ, വഹ നദിയോं का ഉദ്ഗം സ്ഥൽ ഹേ. ഹിമാലയം നദികളുടെ ഉദ്ഗം സ്ഥൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറപ്പെടുന്ന സ്ഥലം, ഉദ്ഭവസ്ഥാനം അല്ലെങ്കിൽ ഉത്പന്ന, ഒറിജിൻ, സോഴ്സ് എന്നൊക്കെ പറയാം. അങ്ങനെ പുറപ്പെടുന്ന സ്ഥലമാണ് ഒറിജിൻ. पर हम उन्हें माँ समान ही कहना चाहेंगे. എന്നാൽ ഞങ്ങൾ അമ്മയെ പോലെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ക്യൂങ്കി വേ ഹമേ തഥാ ധർത്തിക്കോ ജൽ പ്രദാൻ കർത്തി ഹെ. എന്തുകൊണ്ടെന്നാൽ ആ നദികൾ ഞങ്ങൾക്കും ധർത്തിക്കോ ഭൂമിക്കും ജലം തരുന്നു. ജൽ പ്രദാൻ കർത്തി ഹെ, ജലം തരുന്നു. ഹമാരി പ്യാസ് ബുച്ചാനയ്ക്ക് സാത്ത് സാത്ത്, ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ, പ്യാസ് ബുച്ചാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാഹം ശമിപ്പിക്കുക, ബുച്ചാന എന്ന് വെച്ചാൽ ക്വെൻച്ചിങ്, QUENCH ക്വെൻച്ച്. खेतों की भी प्यास बुझाती है. खेत എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടം, വയൽ, അതിൻ്റെയും ദാഹം ശമിപ്പിക്കുന്നു. एक सच्चे माँ एवं मित्र के रूप में नदियाँ, ഒരു നല്ല അമ്മയും പിന്നെ മിത്രത്തിൻ്റെയും ചങ്ങാതിയുടെയും രൂപത്തിൽ ഈ നദികൾ, ഹമാരി സദൈവ്, നമ്മളുടെ എല്ലായ്പ്പോഴും, സദൈവ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, ഹിതൈഷി രഹി ഹേ പറഞ്ഞാൽ നമ്മുടെ വെൽ വിഷറായിട്ട് നമുക്ക് നല്ലത് ചെയ്യുന്നത്, ഹമേഷ ഹിത് കർണേ വാല, ഹിതൈഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഉള്ളത്. और उन्होंने ഭലായി കി ഹേ, നമുക്ക് എപ്പോഴും നന്മയാണ് ചെയ്തിരിക്കുന്നത്. ഭലായി കർണ, നല്ലത് ചെയ്യുക, നന്മയാണ് ചെയ്തിരിക്കുന്നത്. നദിയോं की സുരക്ഷ के लिए സർക്കാർ പ്രയാസ് तो कर रही है. നദികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ, ഗവൺമെൻറ് പ്രയത്നിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. पर वे അപര്യാപ്ത്, പക്ഷേങ്കിൽ അത് പര്യാപ്തമല്ല. അപര്യാപ്ത്, ജോ പര്യാപ്ത് नहीं है പറഞ്ഞാൽ അത് വേണ്ടുവോളം ചെയ്യുന്നില്ല. നോട്ട് എനഫ്, നോട്ട് സഫീഷ്യൻറ്റ്. ഉന്മേ ദിഖാവ അധിക് ഹെ, അതിലെന്താണ്, ഷോ കൂടുതൽ കാണിക്കുന്നുണ്ട്. ദിഖാവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോ. വാസ്തവികത കം ഹെ, അതിൽ ഫാക്റ്റായിട്ട് ശരിക്ക് ചെയ്യുന്നത് വാസ്തവം കുറവാണ്. അഭി തക് ഉന്മേ ഗിർനെ വാലെ ഖാർഖാനേക്ക് കച്ചറേക്കോ റോക്ക് നഹി ജാ സക്കാ ഹെ. ഇപ്പോൾ വരെ, അഭി തക്ക് ഇപ്പോൾ വരെ, ഉന്മേ ഗിർനെ വാലെ ഖാർഖാനേക്ക് കച്ചറെ, ഉന്മേ ഗിർനെ വാലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൽ വീഴുന്നതാണ്, നദികളിൽ വീഴുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിടുന്ന, കാർഖാനേക്ക് കച്ചറെ, കാർഖാന എന്ന് വെച്ചാൽ ഫാക്ടറികൾ. അപ്പോൾ ഫാക്ടറിയിലത്തെ കച്ചടകൾ വേസ്റ്റ് തന്നെയാണ്. അത് തന്നെ റോക്കാ നഹി ജാ സക്ക, അത് തടയാൻ കഴിഞ്ഞിട്ടില്ല. फिर भी नदियों की सुरक्षा के लिए हमारे देश में कई योजनाएं बनाई जाती रही है. എന്നാലും നമ്മളുടെ രാജ്യത്ത് നദിയോं की सुरक्षा के लिए, നദികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൈ യോജനായി, ഒരുപാട് യോജനകൾ ബനായി ജാത്തി രഹി ഹെ, യോജനകൾ ഉണ്ടാക്കുന്നുണ്ട്. ജോ നിമ്ന ഹെ, അതൊക്കെ താഴെ പറയുന്നവയാണ്.
നദിയോ കെ ജൽ കോ പ്രദൂഷൺ സെ ബച്ചാന, നദികളിലെ വെള്ളത്തിനെ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പ്രദൂഷൺ എന്ന് വെച്ചാൽ പൊല്യൂഷൻ, അതിൻ്റെ അർത്ഥം പൊല്യൂട്ട് ആകാതെ നോക്കണം. ബഹാവ് കോ സഹി ദിശ ദേന, ഒഴുക്കിന് ശരിയായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക. അധിക് നെഹ്റോ കെ നിർമ്മാൺ പർ റോക്ക് ലഗാന, നെഹർ എന്ന് വെച്ചാൽ കനാല്, കൂടുതൽ കനാലുകൾ നിർമ്മിക്കുന്നതിനെ തടയുക. ജൽ കാ കട്ടാവ് റോക്കന, കട്ടാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടുതലും ഡൈവേർട്ട് ചെയ്യണത്, അതിനെ വെറുതെ ഡൈവേർട്ട് ചെയ്ത് തിരിച്ചുവിടുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒഴുക്കിന് പ്രശ്നം വരും, ഒഴുക്ക് കുറഞ്ഞു പോകും. അപ്പോൾ അത് തടയുക. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ, റോക്കനാന്ന് കഴിഞ്ഞിട്ട് കോമ. നദിയോ കി സഫായിക്ക് ഉചിത് വ്യവസ്ഥ കർണ ആദി ഹെ, ഇനിയാണ് ഫുൾ സ്റ്റോപ്പ്. ആദി ഹെ എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. പിന്നെ നദിയുടെ സഫായിക്ക് ഉചിത് വ്യവസ്ഥ, അത് ക്ലീൻ ചെയ്യാനുള്ള, വൃത്തിയാക്കാനുള്ള ശരിയായിട്ടുള്ള വ്യവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്. പരന്തു ആജ് ഇസ് ബാത് കി ആവശ്യകത ഹെ കി, എന്നാൽ ഇന്ന് ഈ കാര്യത്തിൻ്റെ ആവശ്യമാണ്. എന്താണെന്നാൽ ശീഘ്രതാസെ ഇൻ യോജനാവും കോ ലാഗു കർ ദിയാ ജായ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശീഘ്രതാസെ പെട്ടെന്ന് തന്നെ ഈ യോജനകൾ, ഈ പ്ലാൻ എല്ലാം ലാഗു കർ ദിയാ ജായ്, പ്രാവർത്തികമാക്കുക. ഇതിനെല്ലാം പിന്നെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം, അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. നദിയോ കെ സഫായിക്ക് ഉചിത് വ്യവസ്ഥ കി ജായ്, നദികൾ വൃത്തിയാക്കാനുള്ള ശരിയായിട്ടുള്ള വ്യവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വീകരിക്കണം. അത് ചെയ്യുക വേണം, സ്റ്റാർട്ട് ചെയ്യണം. ഉന്മേ കച്ചറ ഫേക്കിനെ पर रोक लगाई जाए, അതിൽ വേസ്റ്റ് ഒക്കെ വലിച്ചെറിയുന്നത് തടയണം. കൽ കാർഖാനോസെ നിക്കൽനെ വാലെ ദൂഷിത് ജൽ, കൽ കാർഖാനോസെ എന്ന് പറഞ്ഞാൽ ഫാക്ടറികൾ തന്നെയാണ്, ഫാക്ടറികളിൽ നിന്ന് വരുന്ന ദൂഷിച്ച വെള്ളത്തിനെ പറഞ്ഞാൽ അതിൽ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. രാസായൻ തഥാ ശവ പ്രവാഹിത് കർണെ पर रोक लगाई जाए, രസായൻ അത് തന്നെയാണ് കെമിക്കൽസ്, അതും പിന്നെ ശവ പ്രവാഹിത് കർണ, ശവങ്ങളൊക്കെ അതിലിടുന്നത്, അതിൻ്റെ അർത്ഥം അനിമൽസൊക്കെ ചത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെറിയില്ല ചിലവരെ വെള്ളത്തിലേക്ക്, നായും പൂച്ചയൊക്കെ അങ്ങനെ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ ഇടുന്നത്, അതിനെയെല്ലാം തടയണം. റോക്ക് ലഗായി ജായി, പൂർണ്ണമായിട്ടും തടയുക. അतः നദിയോ की പവിത്രത ബനായി രഖനെ के लिए, അതിൻ്റെ അർത്ഥം എന്താണ്, നദികളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനചേതന ജഗാനി ഹോഗി. ജനചേതന എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളെ അവയർനെസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജനങ്ങളിൽ ചേതന അവയർനെസ്, ജഗാന പറഞ്ഞാൽ അലേർട്ട് ചെയ്യുക, ഉണർത്തേണ്ടി വരും, ജാഗരൂകരാക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യേണ്ടി വരും. സർക്കാർ കോബി കടേ ഉപായ് കർണേ ഹോങ്കെ, ഇതിന് വേണ്ടിയിട്ട് സർക്കാർ, ഗവൺമെൻറ്റും കടേ ഉപായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപായങ്ങൾ അല്ലെങ്കിൽ സൊല്യൂഷൻ എടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, നദിയോ സെ ഹോനെ വാലെ ലാഭോ കെ വിഷയമേ ചർച്ച കീജിയെ, നദികളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നദികൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് എന്നുള്ളത്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്. और इस विषय पर 20 पंक्तियों को एक निबंध लिखिए, ഈ വിഷയത്തിൽ 20 ലൈൻസ് വെച്ചിട്ട് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നിബന്ധം എന്ന് വെച്ചാൽ എസ്സേ. സഭി വിദ്യാർത്ഥി മിൽക്കർ ചർച്ച കീജിയെ, എല്ലാ സ്റ്റുഡൻസും കൂടി ഒരുമിച്ച് അതിനെ ഡിസ്കസ് ചെയ്യണം. ചർച്ച ഹേതു സങ്കേത് ബിന്ദു, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹിൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ജലപ്രാപ്തി, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി. ബാന്ത് ബനാന, ഡാം ഉണ്ടാക്കുക, ഡാം കെട്ടുക. വർഷാമേ സഹായക്, മഴയത്ത് ഉള്ള സഹായം. സിഞ്ചായിമേ സഹായക്, ഇറിഗേഷനുള്ള സഹായം. ആവഗമൻ ഹേതു സഹായക്, ആവാഗമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിക, പോവാന ജാന എന്നാണ് അർത്ഥം, അതിന് വേണ്ട സഹായക്. ഹേതു എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട്. ബിജ്ലി ബനാന, കറണ്ട്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക. നദിയ ഹമാരെ ജീവൻ കാ ആധാർ ഹെ, നദികൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ബേസാണ്. സഹാര, ആധാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടാണ്. ബർഫീലെ പഹാഡോ സെ അസ്തിത്വ പാക്കർ, ബർഫീലെ പഹാഡ് മഞ്ഞ് മലകളിൽ നിന്ന് അസ്തിത്വം കിട്ടിയിട്ട് അതിൻ്റെ ഉത്ഭവിച്ചിട്ട്. ധർത്തി കെ ധരാതൽ പർ ബഹതി ഹുയി നദിയ, ധർത്തി കെ ധരാതൽ ഭൂമിയുടെ സമതലത്തിൽ, ധരാതൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഏരിയ, സമതലത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ. അപ്ന സുധ, തൻ്റെ സുധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേന് പറഞ്ഞാൽ വെള്ളത്തിനെ പറയുകയാണ്. സുധ രസ് രൂപി ജൽ, ആ രൂപത്തിലുള്ള, തേനിൻ്റെ രൂപത്തിലുള്ള ജലം. അസംഖ്യ പ്രാണിയോക്കോ പ്രദാൻ കർത്തി ഹെ, അസംഖ്യമായിട്ടുള്ള പ്രാണികൾക്ക് കൊടുക്കുന്നു. പ്രാണി മാത്രയ്ക്ക് ബ്യാസ് ബുജാനേക്ക് അതിരിക്ത്, പ്രാണികളുടെ ദാഹം ശമിപ്പിക്കുന്നത് കൂടാതെ, അതിരിക്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ അലാവ, അത് കൂടാതെ. നദിയാ ധർത്തി കോ ഉപജാവു ബനാത്തി ഹെ, നദികൾ ധർത്തി കോ ഭൂമിയെ ഉപജാവു ബനാത്തി ഹെ, ഫെർട്ടൈലാക്കുന്നു, അതിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്നു. ആവഗമൻ കാ സാധൻ ഹെ, ആവഗമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ജാന, അതിൻ്റെ അർത്ഥം ജലമാർഗം പോകില്ലേ, ജലഗതാഗതം, അതാണ് ആവാഗമൻ. അപ്പോൾ ജലമാർഗം നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ചെയ്യാൻ പറ്റും, അതും
ഒരു ജലത്തിൻ്റെ ഉപയോഗമാണ്. ഇൻ പർ ബാന്ദ് ബനാക്കർ ബിജ്ലി ഉത്പन्न കി ജാത്തി ഹെ. ഇതിൽ ഡാം കെട്ടിയിട്ട് ബിജ്ലി ഉത്പന്ന കി ജാത്തി ഹെ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹമാരെ അധികതർ തീർത്ഥസ്ഥൽ ബി നദിയോ കെ കിനാരെ ബസേ ഹെ. നമ്മളുടെ അധികമായിട്ടും കൂടുതൽ തീർത്ഥസ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ നദികളുടെ തീരത്താണ് ഉള്ളത്. ഇസി കാരണം നദിയാം പൂജനീയ. ഈ കാരണത്താൽ നദികൾ പൂജനീയമാണ്, അത് പൂജായോഗ്യമാണ്. നദിയോ സെ ഹമേ ധർത്തി ഹേതു ഉപജാവു പദാർത്ഥ പ്രാപ്ത് ഹോത്തെ ഹേ. നമ്മൾക്ക് നദികളിൽ നിന്ന് ധർത്തി ഹേതു, ധർത്തിക്ക് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഉപജാവു പദാർത്ഥം പറഞ്ഞാൽ ഭൂമിയെ ഫെർട്ടൈലാക്കാൻ, ഇനിയും കൂടി നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു. യെ വനോ കോ സീഞ്ചതി ഹെ. ഇത് വനങ്ങളിലേക്ക് വെള്ളം കൊടുക്കുന്നു. സീഞ്ചന ഇറിഗേറ്റ് ചെയ്യുക, വനങ്ങളെ ഇറിഗേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം അവിടെ എല്ലാം അവിടുത്തുള്ള മരങ്ങൾക്കും ചെടികൾക്കും എല്ലാം വെള്ളം കിട്ടുന്നു. വർഷ ലാനേമേ സഹായക് ഹോത്തി ഹെ. മഴ വരാൻ സഹായിക്കുന്നു. അൻഗിനത്ത് ജീവ് ഇൻസെ ജീവ് പാത്തേ ഹെ. അൻഗിനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണമില്ലാത്തത്ര, എണ്ണാൻ പറ്റാത്തത്ര ജീവികൾ ഇതിൽ നിന്നും ജീവൻ കിട്ടുന്നു. അതിന് പറഞ്ഞാൽ അതിൻ്റെ ജീവനെല്ലാം നിലനിർത്തുന്നു വെള്ളം കാരണം. നദിയോ കെ കിനാരെ ഗാവോ കാ ബസേര പായാ ജാത്താ ഹെ. നദികളുടെ തീരത്ത് ഗാവോ കാ ബസേര എന്ന് പറഞ്ഞാൽ ഗാവ്, ഗ്രാമങ്ങൾ പറഞ്ഞാൽ ആൾക്കാർ അവിടെ വസിക്കാൻ തുടങ്ങും. കാരണം അവർക്ക് വെള്ളം കിട്ടുന്നത് കൊണ്ട് കൃഷി ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് गाँव के लोग अपनी छोटी बड़ी सभी ആവശ്യകതയെ, ഗ്രാമത്തിലെ ആൾക്കാർ അവരുടെ ചെറിയതും വലിയതുമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയുള്ള ആവശ്യങ്ങളെന്ന് വെച്ചാൽ ജേസെ സിഞ്ചായി കർണ, ഇറിഗേഷൻ സിഞ്ചായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർക്ക് വയലിലേക്ക് വേണ്ട പിന്നെ വെള്ളമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്, പാനി പീനെ കുടിക്കാനുള്ള വെള്ളം, കപ്പടേ ധോനെ തുണി കഴുകാൻ, നഹാനെ കുളിക്കാൻ, ജാൻവറോ ഹേതു നദിയോ കാ ജൽ ഹി പ്രयोग करते हैं. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഈ നദിയിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്തമേ യഹി കഹാ ജാ സക്താ ഹെ കി ലാസ്റ്റിൽ ഇതാണ് പറയാൻ കഴിയുക. എന്താ വെച്ചാൽ നദിയാ ഹമാരി സംസ്കൃതി കി പെഹചാൻ ഹെ. നമ്മളുടെ സംസ്കൃതിയുടെ ഒരു തിരിച്ചറിവ് കൂടിയാണ് നദികൾ. ഇനി ദൂഷിത് നഹി കർണ ചാഹിയെ. ഇതിനെ ദൂഷിപ്പിക്കരുത് പറഞ്ഞാൽ ഇതിനെ പൊല്യൂട്ട് ചെയ്യരുത്, ഇതിനെ വൃത്തികേടാക്കരുത് ഒരിക്കലും. ക്യോങ്കി ഹമാര ജീവൻ ഇനി പർ നിർഭർ ഹെ. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ജീവിതം ഇതിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നദികളിലാണ് നമ്മളുടെ ജീവൻ നിർഭർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്രയിച്ചിരിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷ की बात. अपनी बात कहते हुए लेखक ने अनेक समानताएं प्रस्तुत की है. തൻ്റെ സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് ലേഖകൻ അനേക സമാനതായെ പറഞ്ഞാൽ കുറേ സമാനതകൾ, ഒരേപോലുള്ള കാര്യങ്ങൾ പ്രസ്തുത് കി ഹെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ऐसी तुलना से अर्थ अधिक स्पष्ट एवं सुंदर बन जाता है. അങ്ങനെ കമ്പയർ ചെയ്യണ സമയത്ത്, തുലന എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അർത്ഥ അധിക് സ്പഷ്ട, നമുക്ക് അർത്ഥം ഇനിയും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സുന്ദർ ബൻ ജാത്ത ഹെ, നന്നായിട്ടുണ്ടാവും പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് പിടികിട്ടും എന്നർത്ഥം. ഉദാഹരണം, സംപ്രാന്ത് മഹിള കി ഭാന്തി വേ പ്രതീത് ഹോത്തി തി. സംഭ്രാന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമ്പന്നമായിട്ടുള്ള നല്ല വീട്ടിലത്തെ അതുപോലുള്ള ലേഡിയെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഭാന്തി എന്ന് പറഞ്ഞാൽ പോലെ, പ്രതീത് ഹോത്തിത്തി എന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ടായിരുന്നു. മാ ഓർ ദാദി മോസി ഓർ മാമി കി ഗോദ് കി തര. അമ്മയും ദാദിയും പിന്നെ മോസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയമ്മയും മാമിയും അവരുടെ ഗോദ് കി തര പറഞ്ഞാൽ അവരുടെ ലാപ്പ്, മടിയിൽ പോലെ ഉൻകി ധാരാമേ ഡുബ്കിയ ലഗായ കർത്താത്ത. ആ ധാരയിൽ, ആ പ്രവാഹത്തിൽ മുങ്ങുമായിരുന്നു. अन्य पाठों से ऐसे 5 तुलनात्मक प्रयोग निकालकर कक्षा में सुनाइए. വേറെ പാഠത്തിൽ നിന്ന് ഇനി ഇതേപോലെ 5 തുലനാത്മക് പ്രയോഗ, കമ്പയർ ചെയ്യുന്ന പ്രയോഗങ്ങളുള്ള സെൻറ്റൻസ് എടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ആൻസർ, ലാൽ കിരൺ സി ഛോഞ്ചുകോൾ ചുഗത്തെ താരക് അനാർദാനെ. ഇത് ഏതിലെയാണ് ഈ ലൈൻസ്? ആദ്യത്തെ ചാപ്റ്ററായ ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ കെ എന്നുള്ളതിലെ ലൈൻസാണിത്. ലാൽ കിരൺ ചുമന്ന കിരണങ്ങൾ, റേസുകൾ, അതിനെ ചോഞ്ച്, പക്ഷിയുടെ ബീക്ക്, കൊക്കിനെയാണ് ചോഞ്ച് എന്ന് പറയുക. അപ്പോൾ പക്ഷിയുടെ ബീക്ക്, പക്ഷി വായ തുറക്കുന്ന സമയത്ത് ആ കൊക്കിനെയും ചുമന്ന കിരണങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ, ലാൽ കിരൺ പോലെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് ചുഗത്തെ താരക് അനാർക്കിദാനെ. ചുഗന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷികൾ കൊത്തി തിന്നണതിന് ചുഗന എന്ന് പറയും. താരക്ക് താരെ, നക്ഷത്രങ്ങളെ പറയണതാണ്. അനാർക്കിദാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോമോഗ്രാനൈറ്റിൻ്റെ മണികൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ പോമോഗ്രാനൈറ്റിൻ്റെ മണികൾ ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സി എന്ന് ഉപയോഗിക്കും. പറഞ്ഞാൽ അത് സി സേ സ പറഞ്ഞാൽ അതിൻ്റെ സ്ത്രീലിംഗോ പുല്ലിംഗോ വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചിട്ട്. ഉനോനെ സന്ദൂക്ക് ഖോൽക്കർ എക് ചമക്തി സി ചീസ് നിക്കാലി. അവർ സന്ദൂക്ക് എന്ന് വെച്ചാൽ ബോക്സ് തുറന്നിട്ട് ഒരു തിളങ്ങുന്ന ചമക്തി സി പറഞ്ഞാൽ തിളങ്ങുന്ന പോലെയുള്ള ഒരു സാധനം പുറത്തെടുത്തു. അപ്പോൾ അവിടെ ചമക്തി സി എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ദാദിമ എന്നുള്ള ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. സാഗർ കി ഹിലോരേക്ക് ബാന്തി ഉസ്കാ യഹ് മാദക് സ്വർ. സാഗർ കി ഹിലോരെ സമുദ്രത്തിൻ്റെ തിരമാലകൾ. ഹിലോരെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ തിരമാലകൾക്ക് ഹിലോരെ എന്ന് പറയുന്നത്. അതുപോലെ കി ബാന്തി പോലെ ഉസ്കാ യഹ് മാദക് സ്വർ അവരുടെ മാദക് എന്ന് പറഞ്ഞാൽ നല്ല മോഹിപ്പിക്കുന്ന നല്ല സ്വരം. ഗലീബർ കെ മക്കാനോമേ ആ തെരുവിലുള്ള കെട്ടിടങ്ങളിലെ വീടുകളിലേക്കെല്ലാം ഉസ് ഓർ തക് ലഹരാത്ത ഹുവ അതുവരെ ആ വീടുകളിൽ വരെ ലഹരാത്ത ഹുവ അലയടിക്കുന്നു ണ്ടായിരുന്നു. പഹുഞ്ച്ത എത്തിച്ചേർന്നു. ഓർ കിലോനെ വാല ആകെ ബഡ്ജാത്ത അങ്ങനെ ആ കിലോന ടോയ്സ് വെക്കുന്ന ആൾ മുമ്പിലേക്ക് പോയി. പറഞ്ഞാൽ മിഠായി വാല എന്നുള്ള ചാപ്റ്ററിൻ്റെ ആണെന്ന് തോന്നണത് ഇത്. അടുത്തത് ഇനെ ദേക്കർ तो ऐसा लग रहा है मानो बहुत सी छोटी छोटी ബാലുഷാഹി रख दी गई हो. ഇതിനെയൊക്കെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ മാനോ തോന്നുന്നു വെച്ചാൽ ബൊഹോത് സി കുറേ അധികം ചോട്ടി ചെറിയ ചെറിയ ബാലുഷാഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വീറ്റില്ലേ ബാദുഷാഹ് എന്നൊക്കെ പറയും. അതിനെയാണ് പറയുന്നത് ഇവിടെ. അങ്ങനെ കുറേ എണ്ണം ചെറുത് വെച്ച പോലെ ഉണ്ട്. ഇതും രക്തോർ ശരീരം എന്നുള്ള ചാപ്റ്ററിലാണെന്നാണ് തോന്നുന്നത്. यह स्थिति चित्रा जैसी अभिमानिनी മാജോരി के लिए ही कही गई है. ഈ സ്ഥിതി ചിത്രയെ പോലെ അഭിമാനിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വേറെ ചാപ്റ്ററിൽ നിന്ന് അതേപോലത്തെ സെൻറ്റൻസ് എടുത്തിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. निर्जीव वस्तुओं को मानव संबंधी नाम देने से निर्जीव वस्तुएं भी मानव जीवित होती है. നിർജീവ വസ്തുക്കോ ജീവനില്ലാത്ത വസ്തുക്കളെ മാനവ സംബന്ധി നാം ദേനേസെ മനുഷ്യൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർജീവ വസ്തുവേം ബി നിർജീവമായിട്ടുള്ള പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളും മാനോ ജീവിത് ഹോത്തി ഹെ ജീവനുള്ളതായി മാറുന്ന പോലെ തോന്നും. लेखक ने इस पाठ में कई स्थानों पर ऐसे प्रयोग किए हैं. जैसे ലേഖകൻ ഈ പാഠത്തിൽ അതുപോലെ കുറേ പ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ परंतु इस बार जब मैं हिमालय के कंधे पर चढ़ा എന്നാൽ ഈ പ്രാവശ്യം ഞാൻ ഹിമാലയത്തിൻ്റെ കഴുത്തിൽ കന്താന്ന് വെച്ചാൽ കഴുത്ത് ഹിമാലയത്തിൻ്റെ കഴുത്തിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ അർത്ഥം മുകളിലേക്ക് കയറിയപ്പോൾ വേ കുച്ച് ഓർ രൂപ് മേ സാമനെ തീ അത് കുറച്ച് വേറെ ഒരു രൂപത്തിലായിരുന്നു എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പം എന്താണ് ഹിമാലയത്തിനെ ഒരു ജീവനുള്ള വസ്തുവിനെ പോലെ കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് തോന്നും. അടുത്തത് കാക്ക കാലേൽക്കറിനെ നദിയോങ്കോ ലോകമാത കഹാ ഹെ. കാക്ക കാലേൽക്കർ നദികളെ ലോകമാതാവ് എന്ന് വിളിച്ചു. അപ്പോഴും നമുക്ക് എന്താണ് അതൊരു ജീവനുള്ള വസ്തുവിന് പോലെ തോന്നും അങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ. പാഠ്സെ ऐसी तरह की ഉദാഹരൺ ढूंढिए. പാഠത്തുനിന്ന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സംഭ്രാന്ത് മഹിള കി ഭാന്തി പ്രതീത് ഹോത്തി തീ. സംഭ്രാന്ത് മഹിള പറഞ്ഞ ഒരു കുലീന സ്ത്രീയായിട്ട് ആ സ്ത്രീനെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. പ്രതീത് ഹോന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ ഇത് ആരെയാണ് പറയുന്നത്? നദികളെ. അപ്പോൾ അതാണ് മനുഷ്യനായിട്ട് ഒരു സജീവ ക്യാരക്ടറായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇൻകാ ഉച്ചൽന ഓർ കൂദ്ന കിൽക്കിലാക്കർ ഹസ്തേ ജാന. ഇവരുടെ ഈ ഉച്ചൽന കൂദ്ന എന്ന് പറഞ്ഞാൽ കുതിക്കുക, തുള്ളുക, ചാടുക, കിൽക്കിലാക്കർ ഹസ്ന പറഞ്ഞാൽ ഇങ്ങനെ ഇളകി മറിയണ ഇതിനൊക്കെ പറയുക എന്താണ്? ഇൻകി ഭാവ് ഭംഗി യഹ് ഉല്ലാസ് കഹാ ഗായബ് ഹോ ജാത്ത ഹെ. ഈ ഭാവം എന്ന് പറഞ്ഞാൽ ഈ ഉല്ലാസങ്ങളൊക്കെ എവിടെയാണ് പോയി മറയുക? അപ്പോൾ ഇതൊക്കെ ആരെയാണ് പറയുന്നത്? നദികളെ. അത് ഒരു ജീവനുള്ള വസ്തുവിനെ നമ്മൾ പറയുന്ന പോലെ തന്നെയല്ലേ പറയണത്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. माँ बाप की गोद में नंग दड़ंग होकर खेलने वाली इन बालिकाओं को रूप. അമ്മയുടെയും അച്ഛൻ്റെയും മടിയിൽ നങ്ക് ദടങ്ക് ഹോക്കർ എന്ന് പറഞ്ഞാൽ അധികം വസ്ത്രമൊന്നും ഇടാണ്ട് വളരെ ചെറിയ കുട്ടികൾ ഒന്നും ഇടാണ്ടി നടക്കില്ലേ? അപ്പോൾ അങ്ങനെ ഖേൽനെ വാലി ഇൻ ബാലികാവുങ്കോ രൂപ അങ്ങനെ കളിച്ച് നടക്കുന്ന ഈ ബാലികമാരുടെ രൂപം. ഇതിലും എന്താണ് ഒരു ജീവനുള്ള വസ്തുവായിട്ട് ജീവനുള്ളതിനെ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിതാക്ക വിരാട് പ്രേം പാക്കർ ബി അഗർ ഇൻകാ മൻ അതൃപ്ത് ഹി ഹോത്തോ. അച്ഛൻ്റെ വിരാട് പ്രേം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹം പാക്കർ ബി കിട്ടിയിട്ടും അഗർ ഇൻകാ മൻ ഇവരുടെ മനസ്സ് എന്നിട്ടും ഇവരുടെ മനസ്സ് അതൃപ്തരാണ് തൃപ്തിയില്ല എങ്കിൽ കോൺ ഹോഗ ജോ ഇൻകി പ്യാസ് മിട്ടാ സകെ. ആരായിരിക്കും ഇവരുടെ പ്യാസ് മിട്ടാ സകെ ഇവരുടെ ദാഹത്തിനെ ശമിപ്പിക്കാൻ കഴിയുക? അപ്പോൾ ഇതൊക്കെ എന്താണ് നദികളെ പറ്റിയിട്ടും പിന്നെ ഹിമാലയത്തിനെ പറ്റിയിട്ടും ഒക്കെയാണ് പറയുന്നത്. ബൂഢെ ഹിമാലയ കി ഗോദ് മേ ബച്ചിയാം ബൻകർ യെ കേസെ ഖേലാ കർത്തി ഹെ. ബൂഢെ ഹിമാലയ വയസ്സായ ഹിമാലയത്തിൻ്റെ മടിയിൽ ബച്ചിയാം ബൻകർ കുട്ടികളായിട്ട് ഇവരെല്ലാം എങ്ങനെയാണ് കളിക്കുന്നത്?
അപ്പോൾ അതും നദികളെയാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ജീവനുള്ള വസ്തുവിനെ, ഇത് നദിയും ഹിമാലയവും ഒന്നും അല്ലാണ്ട് വല്ല ജീവനുള്ള സാധനങ്ങളെ പറയണ പോലെയാണ് പറയുന്നത് ഇവിടെ. हिमालय को ससुर और समुद्र को उनका दामाद कहने में कुछ भी झिझक नहीं होती है. ഹിമാലയത്തിന് സസുർ എന്ന് വെച്ചാൽ ഫാദർ ഇൻ ലോ ആയിട്ടും സമുദ്രത്തിനെ ദാമാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺ ഇൻ ലോ ആയിട്ടും മരുമകനായിട്ടും കെഹനേമേ പറയുന്നതിന് കുച്ച് ബി ജിജക് നഹി ഹോത്തി, യാതൊരു ഹെസിറ്റേഷനും ഇല്ല. പറഞ്ഞാൽ അങ്ങനെ ശരിക്കും അതുപോലെ ഉള്ള പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പിछली कक्षा में आप विशेषण और उसके भेदों से परिचय प्राप्त कर चुके होंगे. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വിശേഷണും അതിൻ്റെ ഭേദ് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവണം. നീച്ചെ ദിയെ ഗയെ വിശേഷൺ और വിശേഷ്യ സംഖ്യ കാ മിലാൻ കീജിയെ. താഴെ കുറച്ച് വിശേഷണും വിശേഷ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ മിലാൻ കീജിയെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാച്ച് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ വിശേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവിനെയാണ് നമ്മൾ വിശേഷൻ എന്ന് ഹിന്ദിയിൽ പറയുക. നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നുവോ അതിനെ വിശേഷ്യ എന്ന് പറയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നൗൺ ആയിരിക്കും. നൗണിനെയാണ് സംഖ്യ അല്ലെങ്കിൽ സംജ്ഞ എന്ന് പറയുന്നത്. അപ്പം നൗണിനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ നൗണിനെ എന്തിനെ വിശേഷിപ്പിക്കുന്നു അതിനെ നമ്മൾ വിശേഷ്യം എന്ന് പറയും. നമ്മൾ എന്ത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നു അതിനെ വിശേഷൻ എന്ന് പറയും. അപ്പോൾ നോക്കാം, ഇവിടെ വിശേഷൻ വിശേഷ്യ. അപ്പോൾ സംഭ്രാന്ത് സമതൽ മൂസലധാർ, വിശേഷ്യയിൽ വർഷ മഹിള ആംഗൻ. സംഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുലീനമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സംസ്കാരമുള്ള എന്നൊക്കെയാണ് അർത്ഥം. സമതലമായിട്ടുള്ള പ്ലെയിന്. മൂസലാധാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള. അപ്പോൾ വർഷ മഴ, മഹിള സ്ത്രീ, ആംഗൻ മുറ്റം. അപ്പോൾ സംഭ്രാന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരമുള്ള. അപ്പോൾ എങ്ങനെയാണ് സംസ്കാരമുള്ള സ്ത്രീ മഹിള. അപ്പോൾ സംഭ്രാന്ത് സ്ത്രീ മഹിള. സമതലമായിട്ടുള്ള എന്താണ് ആംഗൻ, സമതൽ ആംഗൻ. മൂസലാധാർ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയേറിയ. മൂസലാധാർ വർഷ, നമ്മൾ പേമാരി എന്നൊക്കെ പറയും അതിനെ, മൂസലാധാർ എന്നുള്ള ശരിക്കും മലയാളത്തിൽ. അപ്പോൾ വിശേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? മഴയും സ്ത്രീയും മുറ്റവും ഒക്കെയാണ്. അടുത്തത് വിശേഷൻ ചഞ്ചൽ ഘന, വിശേഷ്യ ജംഗൽ നദിയ. അപ്പോൾ ചഞ്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്നും ഇളകിക്കൊണ്ടിരിക്കുന്നത്, ചഞ്ചലമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ചഞ്ചൽ നദിയല്ലേ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഘന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള, തിക്കായിട്ടുള്ള. അപ്പോൾ ഘന ജംഗൽ, തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, ഡെൻസ് ഫോറസ്റ്റ്. അടുത്തത് ദ്വന്ദ് സമാസ് കെ ദോനോ പദ് പ്രധാൻ ഹോത്തെ ഹെ. ദ്വന്ദ് സമാസത്തിൻ്റെ രണ്ട് വാക്കുകളും പ്രധാനപ്പെട്ടതായിരിക്കും. ദ്വന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട്. അപ്പോൾ അതിലെപ്പോഴും രണ്ട് വാക്കുകൾ ഉണ്ടായിരിക്കും. രണ്ടും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ സമാസ് മേ ഓർ ശബ്ദ കാ ലോപ് ഹോ ജാത്ത ഹെ. ഈ സമാസത്തിൽ ഓർ എന്ന വാക്ക് ലോപിക്കും, എന്ന് വെച്ചാൽ ഇല്ലാതാവും. ജേസെ രാജ റാണി ദ്വന്ദ് സമാസ് ഹെ. രാജ റാണി എന്ന് പറയുന്നത് ദ്വന്ദ് സമാസമാണ്. ജിസ്കാ അർത്ഥ ഹെ രാജ ഓർ റാണി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്ക് രാജാവും റാണിയും. അപ്പോൾ രാജ ഓർ റാണി. അപ്പോൾ ഓർ എന്നുള്ളത് പോയിട്ട് നമ്മൾ രാജ റാണി എന്ന് പറയും. പാഠ में कई स्थानों पर द्वंद्व समासों का प्रयोग किया गया है. പാഠത്തിൽ ഇതുപോലെ കുറേ പ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഖോജ്കർ വർണ്ണമാല ക്രമേ ലിഖിയെ. ഇത് തിരഞ്ഞെടുത്തിട്ട് വർണ്ണമാല ക്രമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ശബ്ദങ്ങൾ വരുന്ന പോലെ പറഞ്ഞ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, അതുപോലെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചോട്ടി ബടി, ചെറുതും വലുതും. അപ്പോൾ ചോട്ടി ഓർ ബടി, അതിനെയാണ് നമ്മൾ ചോട്ടി ബടി എന്ന് ഇടയിലൊരു ഹൈഫൺ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത്. ഭാവ് ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവം പ്രകടമാക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, ബോഡി ലാംഗ്വേജ് എന്ന് പോലെ തന്നെയാണ്. അപ്പോൾ ഭാവ് ഓർ ഭംഗ് എന്നാണ്. അടുത്തത് മാ ബാപ്പ്, മാ ഓർ ബാപ്പ്, അതിന് ഒരു ഹൈഫൻ ഇട്ടിട്ട് മാ ബാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അമ്മയും അച്ഛനും. അടുത്ത ക്വസ്റ്റ്യൻ, നദി കോ ഉൾട്ടാ ലിഖ്നെ സെ ദീൻ ഹോത്താ ഹെ. നദിയെ ഉൾട്ട തിരിച്ചെഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദീൻ എന്നാവും. ന ദീ, വലിയ ഈൻ്റെ മാത്ര. അപ്പോൾ ദീ എന്നുള്ളത് ആദ്യം എഴുതി, പിന്നെ ന എഴുതി. ജിസ്ക അർത്ഥ ഹോത്താ ഹെ ഗരീബ്, അതിൻ്റെ അർത്ഥമാണ് ഗരീബ്, പുവർ. आप भी 5 ऐसे शब्द लिखिए जिसे उल्टा लिखने पर सार्थक शब्द बन जाए. നിങ്ങളും ഇതുപോലെ 5 ശബ്ദങ്ങൾ, 5 വേർഡ്സുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനെ തിരിച്ചെഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് തന്നെ ആവണം. സാർത്ഥക് ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥമുള്ളത്, അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും പാടില്ല, അർത്ഥമുള്ള ശബ്ദമാവണം. പ്രത്യേക ശബ്ദ കെ ആകെ സംഖ്യ കാ നാം ഭി ലിഖിയെ. ജैसे നദി, ദീൻ, ഭാവവാചക്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഏത് സംഖ്യയാണ്, അത് ഏത് സംജ്ഞയാണ് എന്നുള്ളതും എഴുതാൻ പറഞ്ഞിരിക്കും. ഇപ്പം നദി, ദീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? ഭാവവാചക് സംജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുവർ, അപ്പോൾ എന്താണ്? അതൊരു ഭാവമാണ്, അതാണ് അത് ഭാവവാചക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻസർ രാത്ത് താർ. അപ്പോൾ രാത്ത് എന്നുള്ളതിൻ്റെ ത, പിന്നെ തായിന് പക്ഷേ ഈ മാത്ര, രായിൻ്റെ മാത്ര തായിലെടുത്തിട്ടുണ്ട് കേട്ടോ. താർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വയറ്. ജാത്താ
താജ, അത് ശരിക്കും റിവേഴ്സ് തന്നെയാണ്. താജ താജ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ്, താജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത്. ജാത്ത എന്ന് പറഞ്ഞാൽ പോവുക. ഭല ലാഭ്, ഭല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, ലാഭ് എന്ന് വെച്ചാൽ ലാഭം തന്നെയാണ്. രാഹി ഹീര, രാഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി, രാഹെന്ന്. ഹീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമണ്ട്. അടുത്തത് നവ് വൻ, നവ് എന്ന് വെച്ചാൽ പുതിയത്, വൻ എന്ന് വെച്ചാൽ വനം. നമി മീൻ, നമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്റ്റ്, നനഞ്ഞ പോലത്തെ. മീൻ എന്ന് വെച്ചാൽ മീൻ തന്നെയാണ്, ഫിഷ്, മച്ചിലി എന്ന് പറയും. നഷ ഷാൻ, നഷ എന്ന് വെച്ചാൽ ലഹരി എന്തെങ്കിലും, ഷാൻ എന്ന് വെച്ചാൽ നല്ലത്, ലക്ഷറി ആയിട്ടുള്ള. ലാൽ ലല്ല, ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ്, ലല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെയൊക്കെ പറയണതാണ് ലല്ല. രാത്ത് താർ എന്നുള്ളതിലെ താർന്ന് വയർ, WIRE വയർ കേട്ടോ, സ്ട്രിങ്. ഇതിൽ ഏത് സംഖ്യയാണ് എന്നുള്ളത് തന്നിട്ടില്ല. ആദ്യത്തെ താർ എന്നുള്ളത് ഒരു വസ്തുവാണ്, അതൊരു വ്യക്തിവാചക സംഖ്യയായിട്ട് വരും. പിന്നെ താജ എന്നുള്ളത് ഫ്രഷ്നെസ്, ഒരു ഗുണമാണ്, അതൊരു ക്വാളിറ്റിയാണ്, അപ്പോൾ അത് ഭാവവാചകിൽ വരും. ലാഭ് എന്നുള്ളതും അതേപോലെ തന്നെയാണ്, അതൊരു ക്വാളിറ്റിയാണ്, അതും ഭാവവാചകമായിരിക്കും. ഹീര എന്നുള്ളത് ഡയമണ്ടിനെ പറയുന്നതാണ്, അപ്പോൾ അത് ദ്രവ്യവാചകിൽ വരും. പിന്നെ വനം തന്നെയാണ്, അത് ജാതിവാചകിൽ വരും. പറഞ്ഞാൽ വനം കുറേ വനങ്ങളുണ്ട്, ഏത് വനമാണെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ജാതിവാചക ഒരു പ്രത്യേക കാറ്റഗറി. പിന്നെ മീൻ അതും ജാതിവാചകിൽ വരും, ഏത് മീനാണെന്ന് അങ്ങനെ പറയുന്നില്ല. ഷാൻ അതൊരു ഭാവമാണ്, അതുകൊണ്ട് ഭാവവാചകിൽ വരും. ലല്ല എന്ന് പറഞ്ഞാൽ കുട്ടികളെ എല്ലാവരെയും പറയുന്നതാണ്. ചില വേർഡ്സ് റെയറായിട്ട് ജാതിവാചകിലും വരും, വ്യക്തിവാചകിലും വരും. ഇത് രണ്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് समय के साथ भाषा बदलती है, ആ സമയത്തിൻ്റെ കൂടെ ഭാഷ മാറും. ശബ്ദ ബദൽത്തെ ഹെ, വാക്കുകളും മാറും. ഓർ ഉൻകെ രൂപ് ബി ബദൽത്തെ ഹെ, അതിൻ്റെ രൂപങ്ങളും മാറും. ജैसे ബേത്വ നദി കെ നാം കാ ദൂസറ രൂപ് വേത്രവതി ഹെ, ബേത്വ എന്നുള്ള ഒരു നദി ആണ്, അതിൻ്റെ പേര് വേത്രവതി എന്ന് അതിൻ്റെ വേറൊരു പേരാണ്, ദൂസറ രൂപ്. നീച്ചെ ദിയെ ഗയെ ശബ്ദോമേ സെ ഢൂണ്ട്കർ ഇൻ നാമോ കോ അന്യ രൂപ് ലിഖിയെ, ഇപ്പം താഴെ അതുപോലുള്ള കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വേറെ പേരിലും അറിയപ്പെടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് വേറെ പേരായിരുന്നു, ഇപ്പോൾ വേറെയാണ്, അങ്ങനെ ചിലത് രണ്ടുപേരും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സത്ലുജ്, ശത്രദ്രും, ഇപ്പോൾ ഈ രണ്ട് പേരുകളും ഏകദേശം കേട്ടതാണ്, പക്ഷെ നമ്മൾ സത്ലുജ് എന്നാണ് കൂടുതലും യൂസ് ചെയ്യുക. റോപ്പഡ്, രൂപ്പൂർ, ജേലം, വിതസ്ത, നമ്മൾ കൂടുതലായിട്ടും ജേലം പറയാറുണ്ട്. ചിനാബ്, വിപാഷ, ചിനാബ് പറയാറുണ്ട്, വിപാഷ അധികം യൂസ് ചെയ്യാറില്ല. അജ്മേർ, അജയ്മേരു, അജ്മേർ എന്നും സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ബനാറസ്, വാരണാസി, ഇത് രണ്ടും നമ്മൾ പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൻകെ ഖയാൽ മേ ഷായദ് ഹി യഹ് ബാത് ആ സക്കേക്കി, അവരുടെ വിചാരത്തിൽ ഒരു പക്ഷേ ഈ കാര്യം വരുമായിരുന്നുള്ളൂ. ബൂഡേ ഹിമാലയക്ക് ഗോദിമേ, എന്തെന്നാൽ വയസ്സായ ഹിമാലയത്തിൻ്റെ മടിയിൽ ബച്ചിയാം ബൻകറിയെ ഖേല കർത്തി ഹെ, കുട്ടികളെ ആയിട്ട് ഇവർ കളിക്കുമായിരുന്നു. ഉപര്യുക്ത പങ്ക്തി മേ ഹി കാ പ്രയോഗ് കി ഓർ ധ്യാൻ ദീജിയെ, മുകളിലുള്ള സെൻറ്റൻസിൽ ഹി എന്നത് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രയോഗം ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഹി വാല വാക്യ നകാരാത്മക് അർത്ഥ ദേ രഹാ ഹെ, ഹി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നകാരാത്മകമായിട്ടാണ്, അതിൻ്റെ അർത്ഥം നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവായിട്ടാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഹി എന്ന് വരുന്നത് കൊണ്ടാണ് അത് കൂടുതലും നെഗറ്റീവായിട്ട് തോന്നുന്നത്. ഇസ്ലിയെ ഹി വാലെ വാക്യമേ കഹി ഗയി ബാത് കോ ഹം ऐसे भी कह सकते हैं, അതുകൊണ്ട് ഹി വാലെ, ആ ഹി എന്ന് വെച്ചിട്ടുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് നമ്മൾ ഇങ്ങനെയും പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുക? ഉൻകെ ഖയാൽ മേ ഷായദ് യഹ് ബാത് ന ആ സഖേ, അവരുടെ വിചാരത്തിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപക്ഷെ ഈ കാര്യം വന്നിട്ടുണ്ടാവില്ല. ഞാൻ വേറൊരു ചെറിയ സെൻറ്റൻസ് പറയാം ഇതിന്. കൽ മേ ഷായദ് ഹി സ്കൂൾ ജാ പാവുങ്കി, കൽ മേ ഷായദ് ഹി സ്കൂൾ ജാ പാവുങ്കി, അതിൻ്റെ അർത്ഥം നാളെ ഞാൻ ഒരു പക്ഷേ പോകാൻ പറ്റുള്ളൂ സ്കൂളിലേക്ക്, ചിലപ്പോഴേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പോകാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ ഇനി ഒരു തരത്തിൽ പറഞ്ഞാൽ കൽ മേ സ്കൂൾ നഹി ജാ പാവുങ്കി, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകാൻ കഴിയില്ലായിരിക്കെ. അപ്പോൾ അതേപോലെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇസി പ്രകാർ നകാരാത്മക് പ്രശ്നവാചക വാക്യ കൈ ബാർ നഹി കെ അർത്ഥ മേ ഇസ്തേമാൽ നഹി ഹോത്തെ, പക്ഷേ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ നകാരാത്മക് പ്രശ്നവാചക പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള പ്രശ്നവാചക ക്വസ്റ്റ്യൻ ഫോമിലുള്ള വാക്യങ്ങൾ ചില സമയത്ത് എന്താണ്, നഹീന്നായിരിക്കില്ല അതിൻ്റെ അർത്ഥം. അപ്പം നഹീന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും, സെൻറ്റൻസിൽ നഹീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നഹീന്നായിരിക്കില്ല. അപ്പോൾ മുകളിൽ എങ്ങനെയായിരുന്നു? നഹീന്ന് പറഞ്ഞിട്ടില്ല, എന്നിട്ടും അതിൻ്റെ അർത്ഥം നഹി എന്നാണ് വരുന്നത്. അപ്പോൾ ഈ നേരെ തിരിച്ചും വരാം. ജैसे എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്ന്. മഹാത്മാഗാന്ധി കോ കോൻ നഹി ജാൻത, മഹാത്മാഗാന്ധിയെ ആരാണ് അറിയാത്തത്?
കോൺ നഹി ജാൻത, ആരാണ് അറിയാത്തത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയെ ആരും അറിയില്ല എന്നാണോ? അല്ല. നഹി എന്ന് വന്നിട്ടുണ്ട്, പക്ഷേ സെൻറ്റൻസ് നെഗറ്റീവ് അല്ല, നകാരാത്മക അല്ല, സെൻറ്റൻസ് പോസിറ്റീവാണ്. എങ്ങനെയാണ്? മഹാത്മാഗാന്ധി എല്ലാവരും അറിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയും പ്രയോഗിക്കാം. दोनों प्रकार के वाक्यों के समान 3 ഉദാഹരണം सोचिए और इस दृष्टि से उनका विश्लेषण कीजिए. അപ്പോൾ ഇതുപോലത്തുള്ള 3 സെൻറ്റൻസ് എഴുതി അതിനെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. വാക്യ ബാപ്പു കോ കോൺ നഹി ജാൻത, ആ ബാപ്പുവിനെ ആരാണ് അറിയാത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ബാപ്പുവിനെ അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നഹീന്ന് ഉണ്ടെന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് നെഗറ്റീവായിട്ടല്ല യൂസ് ആയിരിക്കുന്നത്. അപ്പോൾ ഹർ കൊയ് ബാപ്പു കോ ജാൻത ഹെ, എല്ലാവരും ബാപ്പുവിനെ അറിയാം, എല്ലാവർക്കും ബാപ്പുവിനെ അറിയാം. അടുത്തത് ഉനി ഷായദ് ഹി ഇസ് ഘട്ന കി ജാൻകാരി ഹോ, അവർക്ക് ഒരു പക്ഷേ ചിലപ്പോഴേ ഈ സംഭവത്തിനെക്കുറിച്ച് അറിവുണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഈ സംഭവത്തിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഷായദ് ഉന്നെ ഘട്ന കി ജാൻകാരി ന ഹോ, ചിലപ്പോൾ അവർക്ക് ഈ സംഭവത്തെപ്പറ്റി അറിയില്ലായിരിക്കാം. വഹ് ഷായദ് ഹി തുമേ ദേഖ് സക്കെ, അവൻ ചിലപ്പോഴേ നിന്നെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ നിന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ അതേ സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. വഹ് ഷായദ് തുമേ നഹി ദേഖ് സക്കെ, വഹ് ഷായദ് തുമേ നഹി ദേഖ് സക്കെ, ഹി എന്നുള്ളത് മാറുണ്ട് എല്ലാത്തിലും അല്ലേ. അപ്പോൾ വഹ് ഷായദ് തുമേ നഹി ദേഖ് സക്കെ, നിന്നെ ഒരുപക്ഷെ കാണാം. ലോക് ഷായദ് ഹി ഉധർ ഖേലേ, അവർ ഒരുപക്ഷെ ചിലപ്പോഴേ അവിടെ കളിക്കുള്ളൂ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അവർ അവിടെ ഒരുപക്ഷെ കളിക്കില്ല. വേലോക് ഷായദ് ഇതരേ എന്നല്ല ഉധർന്ന്, ഉധർ ന കേലേ, വേലോക് ഷായദ് ഉധർ ന കേലേ, അവർ ഒരുപക്ഷെ അവിടെ കളിക്കില്ലായിരിക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.